LDF സ്ഥാനാർത്ഥി M. സ്വരാജിനെ പുകഴ്ത്തി നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട പര്യടനം. സ്വരാജ് ഏത് സ്ഥാനത്തും എത്താൻ യോഗ്യനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെയും മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. ക്ഷേമപ്രവർത്തനങ്ങളോട് എന്നും താൽപര്യക്കുറവ് കാണിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം വിമർശിച്ചു. PV അൻവറിനെതിരെ വഞ്ചന ആരോപണവും മുഖ്യമന്ത്രി ആവർത്തിച്ചു. മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിറം മാറുന്നുവെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഭരണത്തിലിരിക്കുന്ന LDFന്റെ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് തന്നെ ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ നിർത്തിയിരിക്കുന്നത്. എന്ത് മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? LDFനെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം സഹായം തേടാം. ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും? എനിക്കൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇത്രയും പ്രായമുള്ള ഒരാളെ കുറിച്ച് പറയാം. ഊന്തിന്റെ നിറം മാറുന്നത് പോലെ ഒരു പാർട്ടിയും അതിന്റെ നേതാവും നിറം മാറുകയാണ്. അബ്ദുൽ നാസർ മദനി തീവ്രവാദിയായതുകൊണ്ട് ആ തീവ്രവാദിയെ ഞങ്ങളുടെ പോലീസ് പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് PRTയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച ഗവൺമെന്റാണ് CPM ഗവൺമെന്റ്. അപ്പൊ ആ തീവ്രവാദിയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുക. ഞങ്ങളൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സെയ്ഫ് സൈനുൽ ആബിദീൻ ചേരുകയാണ്. സെയ്ഫ്, മുഖ്യമന്ത്രി രണ്ടാം വട്ടവും നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ്. M. സ്വരാജിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി LDF മുന്നേറുകയാണ്. മറുഭാഗത്ത് വിട്ടുകൊടുക്കരുത് എന്നുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കോൺഗ്രസും ഉള്ളത്. എങ്ങനെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വരവോടുകൂടി നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചൂട്? ഇനിയുള്ള ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കപ്പെടുന്നത്. പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു മുതൽ 3 ദിവസം വരെ ഇവിടെയുണ്ട്. LDFന്റെ രാഷ്ട്രീയ അജണ്ട എന്താണ്, എന്ത് രാഷ്ട്രീയമാണ് LDF പറയേണ്ടത് എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയത് അൻവറിനെ തന്നെയാണ്. അൻവറിന്റെ പേര് പറഞ്ഞില്ല എങ്കിലും ഒരു വഞ്ചകനെ LDFന്റെ കൂടെ കൂട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അല്ലെങ്കിൽ 2026 വരേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വഞ്ചന ആരോപണം മുന്നോട്ട് വെച്ചത്. പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ്, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെൽഫെയർ പാർട്ടിയുടെ പേര് പറഞ്ഞില്ല എങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ട് അവർ വരാത്ത കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന ചോദ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പല ലക്ഷ്യങ്ങളും വെച്ചാണ് ആ സംസാരം നടത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ലീഗ്, സമസ്തയിലെ ഒരു വിഭാഗം തമ്മിലുള്ള തർക്കം അടക്കമുള്ള വിഷയങ്ങളിലെ വോട്ട് അത് സ്പ്ലിറ്റായി വരികയാണെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ആ പ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ക്ഷേമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് KC വേണുഗോപാലിൻ്റെ ആ പ്രസംഗം മുഖ്യമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കി LDF ഇതിനോടകം തന്നെ എടുത്തതാണ്. മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ അതിന് വിശദമായി തന്നെ പറഞ്ഞു. ഇടത് സർക്കാരുകൾ വന്ന കാലയളവിൽ ചെയ്ത ക്ഷേമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വർധനവ് 45 രൂപയിൽ നിന്ന് ഇപ്പോൾ 1600 രൂപയാക്കിയത് വരെയുള്ള വർധനവിൽ ഒരു UDF സർക്കാർ മാത്രമാണ് എന്തെങ്കിലും ഇടപെടൽ നടത്തിയത്. കഴിഞ്ഞ 2016 അവസാനിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് 100 രൂപ വർദ്ധിപ്പിച്ചു. അത് കടലാസിൽ മാത്രമായിരുന്നു. പിന്നീടാണ് LDF സർക്കാർ വരികയും ആ കുടിശ്ശിക 18 മാസത്തെ കൊടുത്തു തീർക്കുകയും അത് 1600 രൂപ ആക്കുകയും ചെയ്തത്. പാവങ്ങളോട് കോൺഗ്രസിനോടുള്ള സമീപനമാണ് KC വേണുഗോപാലിൻ്റെ വാക്കിൽ നിന്ന് പുറത്തു വന്നത് എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി 2 ദിവസം കൂടി ഇനി മണ്ഡലത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രസംഗം അവസാനിച്ചതിന് പിന്നാലെ തന്നെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിറം മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് PDPയുടെ ബാന്ധവവും PDPയുടെ പിന്തുണയും അതുപോലെ തന്നെ PDPയോട് നേരത്തെ സ്വീകരിച്ച സമീപനവും PDPയെക്കുറിച്ചും അതിനെക്കുറിച്ചും നേരത്തെ പറഞ്ഞ വാചകങ്ങളും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിറം മാറുന്നു എന്ന രാഷ്ട്രീയ ആരോപണവും പരിഹാസവും VD സതീശൻ മുന്നോട്ട് വെച്ചത്. വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കും എന്ന് ഈ 2 നേതാക്കന്മാരുടെയും പ്രതികരണം കൊണ്ട് വ്യക്തമായിട്ടുണ്ട്. നൗഫൽ.